വരെ ഇന്ന് നമ്മുടെ ശാന്തിതീര സൊസൈറ്റി ഇങ്ങനെ മനോഹരമായിട്ട് മുന്നോട്ട് പോണത് ഞാൻ ഇതിനു മുമ്പുള്ള പല ടോക്കുകളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സഹായിക്കുന്ന 3-4 ഫാമിലിയാണ് എന്ന്. ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സത്യത്തിൽ അവരാണ്. ഞങ്ങൾ സർവീസ് ചെയ്യുന്നു, എല്ലാ മേഖലയിലും നമ്മളെ സഹായിക്കുന്നതാണ്. ഇന്നത്തെ മീറ്റിംഗ് ഞങ്ങൾ നടത്തിയത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ബെനഫാക്ടറായിട്ടുള്ള പോൾ ബിന്ദു ദമ്പതിമാരുടെ വീട്ടിലാണ്. അവരുടെ വീടാണിത്. എത്ര മനോഹരമായിട്ടാണ് ഈ വീട് അലങ്കരിച്ചേക്കണേന്ന് ചോദിച്ചാൽ, വലിയ കൊട്ടാരം പണിത് കൊണ്ട് കാശുണ്ടായത് കൊണ്ടൊന്നും വീട് നന്നാവില്ല. ബട്ട് ഓരോ മുക്കിലും മൂലയിലും ഇവരകത്തും പുറത്തും ഈ വീടിനെ മാനേജ് ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ്. അതുകൊണ്ട് ഇത് കണ്ടാൽ നമുക്ക് കൊതി വരും. നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഈ അകത്തളമൊക്കെ സിസ്റ്റർ ഏബിൾ നിങ്ങളെ കാണിച്ചു തരും. ഇത് സെറ്റാക്കിയേക്കണത് മനോഹരമായിട്ടുള്ള പൂക്കളുണ്ട്, ഇവിടെ മാവുണ്ട്, ഫാമുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്, ഇലച്ചെടികളുണ്ട്, പിന്നെ എല്ലാം അതിമനോഹരമായിരിക്കുന്നു. വളരെ മനോഹരമായിട്ടാണ് ഈ സംഗതികൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു വീടിനെ ഭംഗിയാക്കണത് സത്യത്തിൽ അവിടെ ജീവിക്കുന്ന ആളുകളാണ്. ഈ നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ഇത് മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് ഈ മൂലയ്ക്ക് തന്നെ ഈ ചെടി വന്നപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾ നോക്കി, അത് അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇങ്ങോട്ട് നോക്കി, അവിടെ അങ്ങനെ ഇതിപ്പോൾ ഔട്ടറായിട്ട് നമുക്ക് ഇരിക്കാവുന്ന ഒരു ബാൽക്കണി പോലെയാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് വർത്തമാനം പറഞ്ഞ് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. ഇവിടെ നല്ല പൊക്കമുള്ള ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ മേശയായിട്ട് ഉപയോഗിക്കാം. നല്ല മനോഹരമായിരിക്കുന്നത്. ഇത് കണ്ട, ഇതൊരു ബാൽക്കണി പോലെയാണ്. മുകളിൽ കണ്ട അതിൻ്റെ ഒരു പ്രത്യേകതര ലൈറ്റുകളൊക്കെ. ബിന്ദു, ഈ ലൈറ്റ് ഒന്നിട്ടേ. ബിന്ദു, ഈ ലൈറ്റ് ഒക്കെ ഒന്നിട്ടേ. കണ്ട, ഇത് മുകളിലേക്ക് ലൈറ്റ് ഇങ്ങനെ കാശുണ്ടായത് കൊണ്ട് വലിയ വീട് കൊടുത്തുകൊണ്ട് മാത്രമായില്ല. അത് എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതാണ്. വീട്ടിലെപ്പോഴും എല്ലാ വീടുകളിലും എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കണം. അതിപ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന്. അവിടെ ഒരു നെഗറ്റീവ് എനർജി ആണെങ്കിൽ അവിടെ ഒരു സ്വസ്ഥത കിട്ടില്ല നമുക്ക്. ഈ വീടിൻ്റെ ഉള്ളിൽ ഇതൊരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു വീടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഫീൽ അങ്ങനെയാണ്. അത് നമുക്ക് മനസ്സിലാവും. എവിടെ ചെല്ലുമ്പോഴും അതൊരു ഫീൽ കിട്ടും. ഇവിടുത്തെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം അത് മനോഹരമാണ്. ഇവർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, പോള് ഒരു 3 വയസ്സ് വരെ പോള് നടക്കില്ലായിരുന്നു. ആ പോള് നടന്നത് അമ്മ നിരന്തരമായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നൊവേന 9 ദിവസം നൊവേനയ്ക്ക് പോയി. 9ാമത്തെ നൊവേനയിലാണ് നൊവേനയുടെ ദിവസമാണ് പോള് പള്ളിയിൽ വെച്ചാണ് ആദ്യമായിട്ട് എഴുന്നേറ്റ് നടന്നത്. അതെന്തൊരു അത്ഭുതം നോക്കി. 9 ദിവസം അമ്മയുടെ നിരന്തരമായ നൊവേന ചൊല്ലിയുള്ള പ്രാർത്ഥനയിൽ 9ാമത്തെ ദിവസം പോള് എഴുന്നേറ്റ് നടന്നു. അപ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ വിശ്വാസം, ഇതൊരു പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ആ ഉണ്ണീശോടും ഒക്കെ ആ പ്രാർത്ഥന, ഔസേപ്പിതാവിന് ഒരു വലിയൊരു സ്ഥാനം ഇവരുടെ ജീവിതത്തിലുണ്ട്. ഔസേപ്പിതാവാണ് വലിയ അനുഗ്രഹം ചെയ്തു കൊടുത്തത്. ഇനി പണമുള്ളവരെല്ലാവരും മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഇവർ വെച്ച് വീട്ടില് പോളിൻ്റെ സ്വന്തം അപ്പനും അമ്മയും ചേട്ടന്മാരും ബിന്ദുവിൻ്റെ അപ്പനും ഒക്കെയാണ് മരിച്ച ഫോട്ടോസാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും അതതിൻ്റെ ഒരു സ്ഥാനം ഈ വീട്ടിലുണ്ട്. നമുക്ക് ഇതിന് പുറം കാണാം. ഇതിൻ്റെ ഫ്രണ്ട് നമുക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ഇത്ര വലിയ വീടൊന്നും വേണ്ട സുന്ദരാക്കാൻ. ചെറിയ വീടാണെങ്കിലും അത് മനോഹരമാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം. അവിടെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാവുന്ന രീതിയിൽ നമുക്ക് ആ വീടിനെ സുന്ദരമാക്കണം. നമുക്കൊരു ചെറിയ സ്ത്രീകൾ ഇന്ന് ഒരുപാട് പണിയൊന്നും സത്യത്തിൽ സ്ത്രീകൾക്കില്ല വീടുകളിൽ. എല്ലാം ഇന്ന് മെക്കനൈസ്ഡ് ആണ്. അപ്പോൾ പറയാമോ? അപ്പം വീട് നമ്മുടെ ചെറിയ വീടാണെങ്കിലും ആ വീടിനെ നമുക്ക് സുന്ദരമായിട്ട് സൂക്ഷിക്കണം. ഇന്ന് സ്ത്രീകൾക്ക് അധികം പണിയൊന്നും വീട്ടിലില്ല. അപ്പോൾ എന്ത് വേണം സ്ത്രീകൾ? അവിടെ ഒരു കുഞ്ഞു ചട്ടിയിൽ ഒരു ചെടി വെച്ചു, അവിടെ ഒരു ഇലച്ചെടി വെച്ചു, അവിടെ ഒരു പൂച്ചെടി വെച്ചു, മുറ്റമൊക്കെ നന്നായിട്ട് സൂക്ഷിച്ചു, പൊടിയൊക്കെ തട്ടി വൃത്തിയായിട്ട് വീട് സൂക്ഷിക്കണം. അപ്പോൾ കയറി വരുന്നവർക്ക് പോലും ഒരു വലിയ പോസിറ്റീവ് തരംഗം ആ വ്യക്തിക്ക് കിട്ടും. നമ്മളിലുള്ള വീടിൻ്റെ പോസിറ്റീവ് എനർജിയും കൂടി കൂടും, അട്രാക്റ്റഡ് ആവും. അപ്പോൾ നമ്മുടെ ആ വലയത്തിലിരിക്കുന്ന സകലരിലേക്കും ആ കൃപ ഒഴുകും. ഈ മനോഹരമായ പൂക്കൾ എടുക്കണമെങ്കിൽ എന്ത് രസമാണെന്ന് നോക്കി.
ഇതൊക്കെ അതിമനോഹരമാണ്. ബിന്ദുവിൻ്റെ ഒരു കയ്യൊപ്പും പണിക്കാർ മാത്രം ഉണ്ടായില്ല, ബിന്ദു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്ര മനോഹരമായിട്ട് ഈ വീട് കീപ്പ് ചെയ്തിരിക്കുന്നത്. എന്ത് സുന്ദരമാണെന്ന് നോക്കിയത്, ഇങ്ങനെ കിടക്കുമ്പോൾ കാണാനുള്ള ഒരു ഭംഗി നോക്കി. ഇത് സംഗതി ഒരു പുല്ലാനിപ്പൂവാണ്. ഇത് കണ്ട ഇവലെ ഇതൊരു പുല്ലാനിപ്പൂവാണ്. പക്ഷേ ഈ പുല്ലാനിപ്പൂവാണെങ്കിലും അതിനെ ഇങ്ങനെ പടർത്തി സൂക്ഷിച്ച് വെച്ചപ്പോൾ അതെന്ത് മനോഹരമായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ വീടിനെ ഇത് കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടൊന്ന് ഭയങ്കര സുന്ദരമായിട്ട് അലങ്കരിച്ച് ഞാൻ വരാം. അത് അടിപൊളിയായിട്ട് നമുക്കത് പിടിക്കണം. എന്താ ഇവിടെ വളരെ മനോഹരമാണ്. അപ്പോൾ ചിലപ്പോൾ ചിലർ എന്നോട് പറയും, ഓ ഞങ്ങൾക്ക് അതിനുള്ള പൈസ ഉണ്ട്, ഞങ്ങളൊക്കെ കാശുകാരാണോ, ഞങ്ങൾ വല്ല പാവങ്ങളല്ലേ, ഇവർക്കൊക്കെ വേണ്ട കാശിട്ടുള്ളൂ. അതൊന്നും അല്ല കേട്ടാ. വീട് എന്ന് പറയുന്നത് കുഞ്ഞ വീടാണെങ്കിലും ഒരു മുറിയാണെങ്കിലും അതിന് അതിമനോഹരമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് അതിന് ഭംഗി വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും വീടിനെ ഇത്ര മനോഹരമായിട്ട് അലങ്കരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതിന് ഞാനൊരു പ്രോത്സാഹനം തരികയാണ്. അതിന് പ്രോത്സാഹനം തരികയാണ്. നിങ്ങളെല്ലാവരും അത് തീരുമാനിക്കണം. ചെറുതായിട്ടാണെങ്കിലും നല്ല രീതിയിൽ അതിനെ സുന്ദരമായിട്ട് സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യണം. ഫ്രണ്ടിൻ്റെ ഒരു മൂലയാണിത്. ഈ മൂലയിൽ അടിയിലൊക്കെ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഇങ്ങനത്തെ ഇലച്ചെടി മുകളിൽ കണ്ട. ഇത് ഈടാമിക്കയല്ലേ? ഈടാമിക്കുക. പക്ഷെ എന്നാലും അതിങ്ങനെ പടർന്ന് അടിയിൽ വരെ വന്ന് പൂവുണ്ടായി കിടക്കാനായിട്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. ഇതൊക്കെ നോക്കി ഇങ്ങനെ മാലപ്പടക്കം പോലെ കണ്ട, പൂത്തിരി കത്തിച്ച പോലെയാണ് ഇത് കിടക്കണേ. അതിൻ്റെ പൂക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് സുന്ദരമായിരിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ആ, അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ ഫാം കാണിച്ചു തരാം. ഫാം അടിപൊളി ഫാമുണ്ട് ഇവർക്ക്. ഇതൊക്കെ വെട്ടി നിർത്തിയേക്കണത് ഇവരിപ്പോൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാഹചര്യം ഇവർക്കുണ്ട്. പക്ഷെ നമ്മുടെ ചെറിയ വീടാണെങ്കിലും നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മുടെ വീടിനെ മനോഹരമാക്കണം. അപ്പോൾ നമ്മൾ എന്തോരം പൈസയ്ക്കാണ് വേറെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചിലവഴിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചൊക്കെ നമുക്ക് മനസ്സിൻ്റെ സുഖമാണ് ഒരു മനുഷ്യൻ്റെ സുഖം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിന് സുഖം കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫാമൊക്കെ. കണ്ട ഈ ഫാം, ഇവിടുത്തെ വാർത്ത കണ്ട. ഇവര് വിചാരിക്കും ഇവർക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് പഠിക്കാൻ പാടില്ലേ, ഇവർക്ക് തിന്നാനുള്ള സാധനങ്ങൾ, ഇവർ കാശുകാരാണ്, ഇവർക്ക് കാശുണ്ട്. പക്ഷെ ഇവരെന്താ ചെയ്യണേ? ഇവർ കോഴീനെ വളർത്തണ്, മൊയലിനെ വളർത്തണ്, പട്ടീനെ വളർത്തണ്, എല്ലാം ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഇവിടെ തന്നെ വെച്ചിട്ടുള്ള സാധനങ്ങളെയാണ് ഇവർ കഴിക്കുന്നത്. ഇവിടെ നല്ല അടിപൊളി ഫാമാണിത്. ഇത് ഓരോ എല്ലാം ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണ്. റംബൂട്ടാനാണ് ഈ കാച്ചു നിൽക്കുന്നത്. മനോഹരമായിട്ട് റംബൂട്ടാൻ കാച്ചു നിൽക്കുകയാണ്. ഇതെന്ത് പഴമാണ്? ചെറിയാണ്. അടിപൊളി പേരക്ക. എന്തോരം പേരക്കാന്ന് നോക്കൂ. അത് സപ്പോട്ട. ഈ പേരയ്ക്ക് പഴുത്താന്നോ പൊട്ടിച്ചാലാ? ചാമ്പയ്ക്ക നോക്ക്. ഇങ്ങോട്ട് വാ. കശുമാങ്ങ, കശുമാങ്ങ, ചാമ്പയ്ക്ക നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട്. ചാമ്പയ്ക്കൊന്ന് നോക്കിയേ നിങ്ങള്. അടിപൊളി. അങ്ങനെ ഒരു ചാമ്പയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാന്നേ. ഇത് ഞങ്ങൾക്കുള്ള സ്ഥലം, ഞങ്ങൾക്ക് അധികം സ്ഥലമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്കധികം സ്ഥലമൊന്നുമില്ല. ഞങ്ങളുടെ കോൺവെൻറ്റിലേ ശാന്തി തീരത്ത് അധികം സ്ഥലമൊന്നുമില്ല. നമുക്ക് തേങ്ങ വരെ കാശ് കൊടുത്ത് മേടിക്കണം. പറമ്പില്ലേ വെച്ച് പിടിപ്പിക്കാൻ. ഞങ്ങളുള്ള സ്ഥലത്ത് കുറേ തെങ്ങ് ഞങ്ങൾ വെച്ചു. പക്ഷെ ഒക്കെ ചൊട്ടയിടാറാവുമ്പോൾ അത് എന്തെങ്കിലും വണ്ട് വന്ന് കടിച്ച് അത് നശിപ്പിച്ച് കളയും. അതിനെ ഭയങ്കര സങ്കടമാണ് എനിക്ക്. അപ്പോൾ നമുക്ക് പക്ഷെ ഉള്ള മനോഹരമായിട്ട് ഇതിനെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയേ കൊക്കിനെ. ഈ കൊക്ക് ഇവിടെ ഉള്ളതാണെന്ന് പറയണേ.